I will never stop loving you. No matter what happens. കണ്ണീരും കൊണ്ട് നടന്നകലെ മറയുന്നൊരൻ കിനാവുകൾക്കു യാത്ര പറഞ്ഞകലെ മായാന്തൂരേക്ക് ഓടി മറഞ്ഞിടുവാൻ ഹൃദയം അലറിക്കരയും നിമിഷവും ഇന്നോർമ്മയിലായി മങ്ങാതെ മായാതെ വെയില് പോലെ ഇന്നും ഉള്ളിൽ കത്തി നിൽക്കും നേരത്തും കണ്ണടച്ചു മെല്ലെ ചൊല്ലി ഞാൻ ഈ നേരവും കടന്നുപോകും. പട്ടികയിൽ താഴെ നിൽക്കുന്നവരാണ് ബലഹീനരാണ് എന്ന മനോഭാവത്തിൽ സമീപിച്ചാൽ ഫലം വിപരീതമാകും. പറഞ്ഞു വരുന്നത് ഈ തിങ്കളാഴ്ച കൊച്ചിയിൽ ബ്ലാസ്റ്റേഴ്സിനെതിരെ ഇറങ്ങാൻ പോകുന്ന പഞ്ചാബ് എഫ് സിയെ കുറിച്ചാണ്. നമസ്കാരം, അവർക്കും ഡോണിസ് ക്ലാസ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. കഴിഞ്ഞ മത്സരത്തിന് മുമ്പ് പറഞ്ഞിരുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു. സൂപ്പർ കപ്പിലെ പരാജയക്ഷീണം മറികടന്ന് തങ്ങൾ ശക്തരാണെന്ന് തെളിയിക്കാൻ ഒഡീഷൻ മണ്ണിൽ വിജയിക്കണമെന്ന്. നിർഭാഗ്യവശാൽ അത് സംഭവിച്ചില്ല. ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെട്ടു. കേവലം മൂന്നാമത്തെ പരാജയം കൊണ്ട് തന്നെ നമ്മൾ നിരാശയുടെ പടുകുഴിയിൽ ചെന്നു വീണു. വെറും മൂന്നാമത്തെ പരാജയം. പഞ്ചാബ് എഫ് സി നിലവിൽ 11ാം സ്ഥാനത്താണ് നിൽക്കുന്നത്. ഇതിനു മുൻപ് ഇരുവരും ഏറ്റുമുട്ടിയ സമയത്ത് എതിരില്ലാത്ത ഒരു ഗോളിന് കേരള ബ്ലാസ്റ്റേഴ്സ് വിജയിച്ചിരുന്നു. ടു ബി ഓണസ്റ്റ്, പഞ്ചാബ് എഫ് സി ആ ഒരു മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സിന് നല്ല രീതിയിലുള്ള ഒരു ചലഞ്ച് തന്നെ കൊടുത്തിരുന്നു. ഇതേ പഞ്ചാബ് എഫ് സിയുടെ ലാസ്റ്റ് മത്സരത്തിൽ ബാംഗ്ലൂരു എഫ് സിയെ 1-നെതിരെ 3 ഗോളുകൾക്കാണ് പരാജയപ്പെടുത്തിയത്. ഒപ്പം ആ ഒരു മത്സരത്തിൽ പഞ്ചാബ് എഫ് സിയുടെ സമീപനത്തിൽ വന്നിട്ടുള്ള കുറച്ച് മാറ്റങ്ങളും ശ്രദ്ധിച്ചിരുന്നു. മുൻപ് ഈ സീസണിൽ ഉടനീളം കണ്ടിട്ടില്ലാത്ത ഒരു ഫൈറ്റിംഗ് സ്പിരിറ്റ് ഇപ്പോൾ ആ ടീമിനുണ്ട്. ആ മാറ്റത്തിന്റെ ഒന്നാമത്തെ പ്രധാന കാരണം ഫോർമേഷനിൽ വന്നിട്ടുള്ള ഒരു ചേഞ്ച് ആവാം. സാധാരണയായി പഞ്ചാബ് എഫ് സി 4-4-2 എന്ന് പറയുന്ന ക്ലാസിക് ലൈനപ്പുമായിട്ട് ഇറങ്ങാറാണ് പതിവ്. പക്ഷേ 4-1-2-1-2 എന്ന് പറയുന്ന ടാക്ടിക്കൽ ഫോർമേഷൻ ചേഞ്ച് തന്നെയാണ് കഴിഞ്ഞ മത്സരത്തിൽ അവരെ ഇത്രയധികം ഫലപ്പെടുത്താൻ സഹായിച്ചത്. അതോടൊപ്പം ഇതിലെ രണ്ടാമത്തെ സ്ട്രോങ് പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ 3 പ്രധാന കളിക്കാരും ആദ്യ ലെവലിൽ ഇറങ്ങിയിരുന്നു. അതെ, മാതി തലാൽ, ലൂക്ക മാച്ചൻ ആൻഡ് വിൽമർ ജോർഡൻ ഗിൽ. മുൻപ് മാതി തലാലിനും ലൂക്ക മാച്ചനും മാത്രമായിരുന്നു ഫസ്റ്റ് പ്രയോറിറ്റി കോച്ച് നൽകിയിരുന്നത്. പക്ഷെ പ്രധാന അപകടം മറഞ്ഞിരുന്നത് വിൽമർ ജോർഡൻ എന്ന് പറയുന്ന പ്ലെയറിലായിരുന്നു. ഈ 3 പ്ലെയേഴ്സിനും അവരുടേതായിട്ടുള്ള യുണീക്ക് അബിലിറ്റി ഉണ്ട്. ഇത് 3ഉം ഒരേ സമയം ഉപയോഗിക്കുകയാണ്. അതായത് ഈ 3 പ്ലെയേഴ്സും ഒരേ സമയം ഇറങ്ങുകയാണെങ്കിൽ ഉറപ്പിച്ചോ പഞ്ചാബ് എഫ് സി അവരുടെ സർവ്വശക്തിയും ഉപയോഗിക്കാൻ തീരുമാനിച്ചിരിക്കുന്നുവെന്ന്. ആൻഡ് പഞ്ചാബ് കോച്ചായിട്ടുള്ള സ്റ്റേക്കോസ് മുമ്പ് പറയുകയും ചെയ്തു, സൂപ്പർ കപ്പ് അവർക്കൊരു പരീക്ഷണശാലയായിരുന്നെന്നും അവിടെ പരീക്ഷിച്ച് പഠിച്ചെന്നും ഇനി ആ പരീക്ഷണങ്ങളെല്ലാം ഉപയോഗിക്കാൻ പോവുകയാണെന്നും. ചുരുക്കി പറഞ്ഞാൽ പഞ്ചാബ് എഫ് സി ടേബിളിൽ എവിടെ നിൽക്കുന്നു എന്ന് പറയുന്ന ഒരു ഘടകം ഒരിക്കലും ഒരു ആശ്വാസവാക്കല്ല എന്ന് സാരം. പക്ഷെ ആശ്വസിക്കാവുന്ന മറ്റൊരു കാര്യമുണ്ട്. അത് ഹോം സിറ്റി ആയ കൊച്ചി തന്നെയാണ്. കുറച്ചു കാലത്തിന് ശേഷം കൊച്ചി വീണ്ടും മഞ്ഞ പുതയ്ക്കാൻ പോവുകയാണ്. അതെ, ഈ മണ്ണിൽ ഈ ബ്ലാസ്റ്റേഴ്സ് ടീം പരാജയപ്പെട്ടിട്ടേ ഇല്ല. ആ ഒരു വിശ്വാസത്തിനപ്പുറം ടീമിന്റെ അവസ്ഥ വെച്ച് നോക്കുകയാണെങ്കിൽ ദ ബെസ്റ്റ് എന്ന് പറയാൻ പറ്റില്ലെങ്കിലും അത്യാവശ്യം സ്ട്രോങ് ആയിട്ടുള്ള ഒരു ലൈനപ്പ് തന്നെ നമുക്കുണ്ട്. മറ്റൊരു ആശ്വാസ വാർത്ത, ജിക്സൺ സിംഗ് കംപ്ലീറ്റ് ഫിറ്റ് ആയിട്ട് ടീമിലേക്ക് മടങ്ങിയെത്തി എന്നത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ മധ്യനിരയിലെ നിലവിലെ ആ ഒരു ചാഞ്ചാട്ടം ജിക്സൺ സിംഗിനാൽ പരിഹരിക്കപ്പെടാം. ജിക്സൺ ഈ മത്സരത്തിൽ സ്റ്റാർട്ടിംഗ് ലെവലിൽ ഇറങ്ങുമോ എന്നുള്ള കാര്യം ഉറപ്പില്ല. പക്ഷേ ഇദ്ദേഹത്തിന്റെ ആ ഒരു തിരിച്ചുവരവ് തീർച്ചയായിട്ടും ഒരു പോസിറ്റീവ് സൈൻ തന്നെയാണ്. അതോടൊപ്പം വീണ്ടും ആശ്വസിക്കാവുന്ന മറ്റൊരു വാർത്തയാണ് വിപിൻ മോഹനനും ഈ മത്സരത്തിൽ കളിക്കാൻ ഇറങ്ങും എന്നുള്ള കാര്യം. കഴിഞ്ഞ മത്സരത്തിൽ ഡാനിഷ് ഫറൂഖിന്റെ പെർഫോമൻസിൽ തൃപ്തരല്ലാത്തത് കൊണ്ട് തന്നെ അദ്ദേഹത്തെ ഈ ഒരു മത്സരത്തിൽ റീപ്ലേസ് ചെയ്തുകൊണ്ട് വിപിൻ മോഹനൻ കളത്തിലേക്ക് ഇറങ്ങുമോ എന്നുള്ളത് കണ്ടറിയാം. മുന്നേറ്റത്തിൽ നിലവിൽ ആ ഒരു എക്സിസ്റ്റിംഗ് കോംബോ നഷ്ടമായത് കൊണ്ട് തന്നെയായിരിക്കണം ദിമിത്രിയോസിന് കുറച്ച് അലസത പിടിപെട്ടിട്ടുണ്ട്. ആ ഒരു കംഫർട്ട് സോണിനെ പുള്ളി ബ്രേക്ക് ചെയ്തില്ലെങ്കിൽ ബ്ലാസ്റ്റേഴ്സിന് ഉടനീളം കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കും. കഴിഞ്ഞ മത്സരത്തിൽ മുന്നേറ്റ നിരയിൽ നിഹാൽ സുധീഷിന്റെ പെർഫോമൻസ് അതിഗംഭീരമായിരുന്നു. അതുകൊണ്ട് തന്നെ ആദ്യ ലെവലിൽ നിഹാൽ സുധീഷ് സ്റ്റാർട്ട് ചെയ്യുമോ അതല്ലെങ്കിൽ ഒരു ഇടവേളയ്ക്ക് ശേഷം മടങ്ങിയെത്തിയ രാഹുൽ കെ പി വെച്ച് ഒരു ഡിഫറൻറ്റ് അപ്രോച്ച് നടത്തുമോ എന്നുള്ളതൊക്കെ നമുക്ക് കണ്ടറിയാം. ടീമിന്റെ കറന്റ് ആറ്റിറ്റ്യൂഡിൽ ചെറിയൊരു പ്രശ്നം തോന്നുന്നത് ഏർലി സബ്സ്റ്റിറ്റ്യൂഷനുകൾ നടക്കുന്നില്ല എന്നത് തന്നെയാണ്. ഗെയിമിൽ പ്രത്യേകിച്ച് മൂവ്മെന്റുകളൊന്നും സംഭവിക്കുന്നില്ലെങ്കിലും കാര്യമായ ചേഞ്ചസുകൾ നേരത്തെ വരാത്തത് കുറച്ച് കല്ലുകടി ഉണ്ടാക്കുമെന്ന് തന്നെയാണ്. എന്തായാലും മുന്നോട്ടുള്ള യാത്രയിൽ വിജയം കൂടിയേ തീരും. മറുഭാഗത്താട്ടെ ബ്ലാസ്റ്റേഴ്സിൽ നിന്ന് പോയിട്ടുള്ള വിദ്യാസാഗറും ബ്രൈസ് മിറാണ്ടയും പിന്നെ നമ്മുടെ പ്രശാന്ത് മോഹനും ഒക്കെയുണ്ട്. കൊച്ചിയിൽ വീണ്ടും പന്തുരുളുമ്പോൾ പുഞ്ചിരിച്ച് മടങ്ങാനാവുമെന്ന പ്രതീക്ഷയിൽ നമുക്ക് ഈ മത്സരം കാണാം. ഇഷ്ടപ്പെട്ട എന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ തീർച്ചയായും കമന്റ് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു മേറ്റോസ് കൊണ്ടുവന്നിരിക്കും. ബൈ. നീ വേറെ ആളായി മാറണം. 10 നിലയിലെങ്ങായി നിർത്തിക്കൂടെ? ഒന്ന് പറ്റിയടാ
ചാട്ടടാ